ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനന്തിനി ദേവിദാസി. നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ശ്രീല പ്രഭുപാദരുടെ ദേഹവിയോഗത്തിന് ശേഷം എങ്ങനെ ദീക്ഷ നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്നതിനെ കുറിച്ചാണ്. ആ നിർദ്ദേശം അങ്ങനെ അദ്ദേഹം തന്നു എന്നതിന് ഉള്ള തെളിവുകളും നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നതാണ്. എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ. 1977 മെയ് 28 വൃന്ദാവനത്തിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമാണിത്. സത് സ്വരൂപ. Then our next question concerns initiation in the future. Particularly at that time when you are no longer with us, we want to know how first and second initiations will be conducted. അപ്പോൾ ഇവിടെ സത് സ്വരൂപ ശ്രീല പ്രഭുപാദരോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അടുത്ത ചോദ്യം ഭാവിയിലെ ദീക്ഷ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും അങ്ങ് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം. വി വാണ്ട് ടു നോ ഹൗ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇനിഷ്യേഷൻസ് വിൽ ബി കണ്ടക്റ്റഡ്. എങ്ങനെ ആയിരിക്കണം ആ സമയത്ത്, അങ്ങ് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ആ ഒരു സമയത്ത് ആദ്യത്തെയും രണ്ടാമത്തെയും ദീക്ഷ എങ്ങനെയായിരിക്കണം സംഘടിപ്പിക്കേണ്ടത്. ശ്രീല പ്രഭുപാദ: യെസ്, ഐ ഷാൽ റെക്കമെൻഡ് സം ഓഫ് യു. ആഫ്റ്റർ ദിസ് ഈസ് സെറ്റിൽഡ് അപ്പ്, ഐ ഷാൽ റെക്കമെൻഡ് സം ഓഫ് യു ടു ആക്ട് ആസ് ഒഫീഷ്യേറ്റിംഗ് ആചാര്യ. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുകയാണ്, അവിടെ വേറെ എന്തോ ഒരു കാര്യത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞാണ്, ഇപ്പോഴുള്ള ഈ ഒരു പ്രവൃത്തി ഒന്ന് കഴിഞ്ഞിട്ട്, ഇപ്പോഴുള്ള ആ ഒരു സേവ കഴിഞ്ഞിട്ട്, ഐ ഷാൽ റെക്കമെൻഡ് സം ഓഫ് യു ടു ആക്ട് ആസ് ഒഫീഷ്യേറ്റിംഗ് ആചാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഔദ്യോഗികമായിട്ടുള്ള ആചാര്യന്മാരെ ശുപാർശ ചെയ്യുന്നതാണ്. ഔദ്യോഗികമായിട്ടുള്ള ആചാര്യന്മാരെ എന്നാണ് പറഞ്ഞത്. തമാൽ കൃഷ്ണ: ഈസ് ദാറ്റ് കോൾഡ് ഋത്വിക് ആചാര്യ? അപ്പോൾ തമാൽ കൃഷ്ണ ഗോസ്വാമി ചോദിക്കുകയാണ്, അതാണോ ഋത്വിക് ആചാര്യ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രീല പ്രഭുപാദർ അപ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നു, ഋത്വിക്. യെസ്, അതെ, ഋത്വിക് ആണ് എന്ന് ശ്രീല പ്രഭുപാദർ വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ശ്രീല പ്രഭുപാദരുടെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഋത്വിക് ദീക്ഷാ സമ്പ്രദായം പിന്തുടരണമെന്നാണ്. അതിന് തെളിവാണ് ഈ ഒരു സംഭാഷണം. ആദ്യത്തെ തെളിവാണ് ഈ സംഭാഷണം. അടുത്ത ഒരു തെളിവുണ്ട്, അത് നമുക്ക് നോക്കാം. ശ്രീല പ്രഭുപാദരുടെ ദേഹവിയോഗത്തിന് ശേഷം ഋത്വിക് രീതിയിൽ ദീക്ഷ കൊടുക്കണമെന്ന് പറയുന്ന ആ ഒരു കത്താണ് ഇത്. ജൂലൈ 9 കത്ത് എന്ന് പറയും. ഈ ലെറ്റേഴ്സൊക്കെ ഒന്ന് വലുതായി കാണത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് വായിക്കാം. ജൂലൈ 9, 1977, ജൂലൈ 9, 1977 കത്താണ്. ടു ഓൾ GBC ആൻഡ് ടെമ്പിൾ പ്രസിഡൻസ്. എല്ലാ GBCക്കും ടെമ്പിൾ അധികാരികൾക്കും വേണ്ടിയിട്ടുള്ള കത്താണ്. ഡിയർ മഹാരാജ ആൻഡ് പ്രഭുസ്, please accept my humble obeisances at your feet. Recently, when all of the GBC members were with His Divine Grace in Vrindavana, Srila Prabhupada indicated that soon he would appoint some of his senior disciples to act as Ritwik representative of the Acharya for the purpose of performing initiations. അപ്പോൾ ഇവിടെ പറയാണ്, ശ്രീല പ്രഭുപാദർ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. ആ സംഭാഷണമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. സൂൺ ഹി വുഡ് അപ്പോയിന്റ് സം ഓഫ് ഹിസ് സീനിയർ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മുതിർന്ന ശിഷ്യന്മാരെ അദ്ദേഹം നിയമിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു ആക്ട് ആസ് ഋത്വിക് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ആചാര്യ. ചില ഋത്വിക്കായിട്ട് ഋത്വിക്കിൻ്റെ റോള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഋത്വിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആചാര്യൻ്റെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട്. ഫോർ ദ പർപ്പസ് ഓഫ് പെർഫോമിംഗ് ഇനിഷ്യേഷൻസ്, ദീക്ഷ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ആദ്യത്തെയും രണ്ടാമത്തെയും, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇനിഷ്യേഷൻ. ഹിസ് ഡിവൈൻ ഗ്രേസ് ഹാസ് സോ ഫാർ ഗിവൺ എ ലിസ്റ്റ് ഓഫ് 11 ഡിസൈപ്പിൾസ് ഹു വിൽ ആക്ട് ഇൻ ദാറ്റ് കപ്പാസിറ്റി. എന്നിട്ട് പറയുകയാണ്, ആരൊക്കെയാണ് ആ ഒരു ആചാര്യൻ്റെ പ്രതിനിധികളായിട്ട് ആക്ട് ചെയ്യേണ്ട വ്യക്തികൾ, അവരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. കീർത്തനാനന്ദ സ്വാമി, സത്സ്വരൂപദാസ് ഗോസ്വാമി, ജയപതാക സ്വാമി, തമാൽ കൃഷ്ണ ഗോസ്വാമി, ഹൃദയാനന്ദ ഗോസ്വാമി, ഭവാനന്ദ ഗോസ്വാമി, ഹംസദത്ത ഗോസ്വാമി, രാമേശ്വര സ്വാമി, ഹരികേശ സ്വാമി, ഭഗവാൻ ദാസ് അധികാരി, ജയതീർത്ഥ ദാസ് അധികാരി. In the past, temple presidents have written to Srila Prabhupada recommending a particular devotee's initiation.
അപ്പം മുന്നേ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? റെപ്രസെന്റേറ്റീവ്സ് ആർ നിയറസ്റ്റ് ഡെയർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ശ്രീല പ്രഭുപാദർക്ക് ശുപാർശ അയക്കേണ്ട ഈ 11 പ്രതിനിധികൾക്കാണ് ക്ഷേത്രാധികാരികൾ ദീക്ഷയ്ക്ക് വേണ്ടുന്ന റെക്കമെൻഡേഷൻ ആയിട്ടുള്ള ശുപാർശ കത്തുകൾ അയക്കേണ്ടത്. After considering the recommendation, the representative may accept the devotee as an initiated disciple of Srila Prabhupada by giving a spiritual name. അപ്പോൾ ഈ 11 പ്രതിനിധികൾ ആ ഒരു ശുപാർശ കത്ത് നോക്കിയതിനു ശേഷം ആ ഒരു ഭക്തനെ ഇനിഷ്യേറ്റഡ് ഡിസൈപ്പിൾ ഓഫ് ശ്രീല പ്രഭുപാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീല പ്രഭുപാദരിൽ നിന്നും ദീക്ഷ ലഭിച്ച ശിഷ്യനായിട്ട്, ബൈ ഗിവിംഗ് എ സ്പിരിച്വൽ നെയിം ഓർ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഇനിഷ്യേഷൻ ബൈ ചാൻഡിങ് ഓൺ ദ ഗായത്രി ത്രെഡ് ജസ്റ്റ് ആസ് ശ്രീല പ്രഭുപാദ ഹാസ് ഡൺ. ഇവിടെ എന്താണ് പറയുന്നത്? ആ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനാണ്. ആ ഒരു റെപ്രസെന്റേറ്റീവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നില്ല. ശ്രീല പ്രഭുപാദർക്ക് വേണ്ടിയിട്ട് ദീക്ഷ കൊടുക്കുക, ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ട് അവര് ദീക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആരാണ് അവിടെ ശരിക്കും ദീക്ഷാഗുരു എന്ന് പറയുന്നത്? ആരാണ്? ശ്രീല പ്രഭുപാദരാണ്. അവിടെ ദീക്ഷ ആ ഒരു ആത്മീയ നാമവും പിന്നെ രണ്ടാമത്തെ ദീക്ഷയാണ് എങ്കിൽ ഗായത്രി മന്ത്രവും പറയുന്നു. The newly initiated devotees are disciples of His Divine Grace A.C. Bhaktivedanta Swami Prabhupada. പുതിയതായിട്ട് ദീക്ഷ ലഭിച്ച എല്ലാ ഭക്തന്മാരും A.C. Bhaktivedanta Swami പ്രഭുപാദരുടെ ശിഷ്യന്മാരാണ്. The above 11 senior devotees acting as his representative, പ്രഭുപാദരുടെ പ്രതിനിധിയായിട്ട് മാത്രമാണ് ഈ 11 മുതിർന്ന ഭക്തന്മാര് പ്രവർത്തിക്കുന്നത്. After the temple president receives a letter from these representatives giving the spiritual name or the thread, he can perform the fire yajna in the temple as was being done before. അപ്പോൾ എന്താണ്? പിന്നീട് ഈ ടെമ്പിൾ പ്രസിഡൻസിന് ഈ പ്രതിനിധികളിൽ നിന്നും കത്ത് ലഭിക്കും. ആ കത്തിൽ എന്തുണ്ടായിരിക്കും? ആത്മീയ നാമവും രണ്ടാമത് ബ്രാഹ്മണ ദീക്ഷയാണ് എങ്കിൽ പൂണൂലും ആ കത്തിനോടൊപ്പം ഉണ്ടായിരിക്കും. അതിനുശേഷം ആ ഒരു ടെമ്പിൾ പ്രസിഡന്റിന് അവിടെ യജ്ഞം നടത്താം. ഹി ക്യാൻ പെർഫോം ദ ഫയർ യജ്ഞ ഇൻ ദ ടെമ്പിൾ ആസ് വാസ് ബീയിങ് ഡൺ ബിഫോർ. ദ നെയിം ഓഫ് എ ന്യൂലി ഇനിഷ്യേറ്റഡ് ഡിസൈപ്പിൾ ഷുഡ് ബി സെൻഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ് ഹു ഹാസ് അക്സെപ്റ്റഡ് ഹിം ഓർ ഹെർ ടു ശ്രീല പ്രഭുപാദ. അപ്പം എന്താണ്? ആ ഒരു ദീക്ഷ, ആ ഒരു ആത്മീയ നാമം, ദീക്ഷാനാമം കൊടുക്കുന്നത് ആ ഒരു പ്രതിനിധിയാണ് ദീക്ഷാനാമം കൊടുക്കുന്നത്. എങ്ങനെ ആ ഒരു ദീക്ഷാനാമം കൊടുത്തത് എങ്ങനെയാണ്? ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടോ ശിഷ്യയായിട്ടോ അംഗീകരിച്ചുകൊണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടോ ശിഷ്യയായിട്ടോ അംഗീകരിച്ചുകൊണ്ട്. ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ഡിവൈൻ ഗ്രേസ് ഇനിഷ്യേറ്റഡ് ഡിസൈപ്പിൾസ് ബുക്ക്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ബുക്കിൽ ആ പേര് ചേർക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ടാണ് ആ ഭക്തന്മാരെ അംഗീകരിക്കുന്നത്, അല്ലാതെ ആ ഒരു പ്രതിനിധിയുടെ ശിഷ്യന്മാരായിട്ടാണെന്നല്ല പറയുന്നത്, ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടാണ്. അപ്പോൾ ഇവിടെ ദീക്ഷാഗുരു ആരാണ്? ശ്രീല പ്രഭുപാദരാണ്. ഹോപ്പിംഗ് ദിസ് ഫൈൻഡ്സ് യു ഓൾ വെൽ. യുവർ സെർവൻറ്റ് തമാൽ കൃഷ്ണ ഗോസ്വാമി, സെക്രട്ടറി ടു ശ്രീല പ്രഭുപാദ. അപ്പോൾ തമാൽ കൃഷ്ണ ഗോസ്വാമി ഇത് എഴുതുകയാണ്. അപ്രൂവ്ഡ് ബൈ ശ്രീല പ്രഭുപാദ, സിഗ്നേച്ചർ അപ്പിയേഴ്സ് ഓൺ ദ ഒറിജിനൽ ഡോക്യുമെന്റ്. നിങ്ങൾക്ക് ആ ഒറിജിനൽ ഡോക്യുമെന്റിൽ ശ്രീല പ്രഭുപാദരുടെയും തമാൽ കൃഷ്ണ ഗോസ്വാമിയുടെയും സിഗ്നേച്ചർ കാണാം, ഒപ്പ് കാണാം. അപ്പം എന്താണ്? ഈ ഒരു ലെറ്റർ ആരുടെ നിർദ്ദേശമാണ്? ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശമാണ് ദീക്ഷ എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ചുള്ള. ജൂലൈ 9, 1977 അദ്ദേഹം നൽകിയ നിർദ്ദേശമാണ് ഇത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഋത്വിക് രീതിയിലാണ് ശ്രീല പ്രഭുപാദരുടെ ദേഹവിയോഗത്തിന് ശേഷം ദീക്ഷ നൽകേണ്ടത് എന്നുള്ളതിന്. അടുത്തത് തമാൽ കൃഷ്ണ ഗോസ്വാമിയുടെ കൺഫെഷൻസ് ആണ്, കുംഭസാരങ്ങളാണ്. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിൻ്റെ സംഭാഷണ ശകലങ്ങളാണ് ഇനി പറയുന്നത്. അത് കേൾക്കുക. ഈ ഒരു സംഭാഷണം നടക്കുന്നത് ഏപ്രിൽ 22, 1977. വെൽ, ഐ ഹാവ് സ്റ്റഡീഡ് myself and all of your disciples, and it is clear fact that
ഇറ്റ് ഈസ് ക്ലിയർ ഫാക്ട് ദാറ്റ് വി ആർ ഓൾ കണ്ടീഷൻ സോൾസ്, സോ വി കനോട്ട് ബി ഗുരു. അപ്പോൾ ഇവിടെ തമൽ കൃഷ്ണ ഗോസ്വാമി തന്നെ പറയുകയാണ്, ഞാൻ എന്നെ പറ്റിയിട്ടും പഠിച്ചു, തങ്ങളുടെ മറ്റു ശിഷ്യന്മാരെ പറ്റിയിട്ടും പഠിച്ചു. പഠിച്ചതിൽ നിന്നും വളരെ കൃത്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഞങ്ങളെല്ലാം ബദ്ധ ജീവാത്മാക്കൾ തന്നെയാണ്. ഞങ്ങൾ എന്താണ് ലിബറേറ്റഡ് ആയിട്ടുള്ള സോൾസ് അല്ല, മുക്താത്മാക്കളല്ല, ഞങ്ങൾ ബദ്ധ ജീവാത്മാക്കൾ തന്നെയാണ്. സോ വി കനോട്ട് ബി ഗുരു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുരു ആകാനുള്ള യോഗ്യതയില്ല, ഞങ്ങൾക്ക് ഗുരുവാകാൻ പറ്റില്ല. അടുത്തത് ഡിസംബർ 3, 1980. തമൽ കൃഷ്ണ ഗോസ്വാമി വീണ്ടും പറയുകയാണ്, ആക്ച്വലി പ്രഭുപാദർ നെവർ അപ്പോയിന്റഡ് എനി ഗുരുസ്. പ്രഭുപാദർ ഒരു ഗുരുവിനെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹി അപ്പോയിന്റഡ് 11 ഋത്വിക്സ്. അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത് 11 പ്രതിനിധികളെയാണ്, 11 ഋത്വിക്കുമാരെയാണ്. ഹി നെവർ അപ്പോയിന്റഡ് ദം ഗുരുസ്. അദ്ദേഹം അവരെ ഗുരുവായിട്ടല്ല അപ്പോയിന്റ് ചെയ്തത്. Myself and the other GBC have done the greatest disservice to this movement. ഞാനും GBCയും ഈ ഒരു സംഘടനയോട് തന്നെ വലിയൊരു സേവാ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. Myself and the other GBC have done the greatest disservice to this movement the last 3 years because we interpreted the appointment of Ritviks as the appointment of gurus. അപ്പോൾ എന്താണ് ഇവിടെ പറയുകയാണ്, സ്വന്തം മിസ്റ്റേക്ക്, സ്വന്തം തെറ്റ് അംഗീകരിക്കുകയാണ് തമൽ കൃഷ്ണ ഗോസ്വാമി. ഞങ്ങൾ ആ ഒരു ഉത്തരവിനെ എന്താണ് ആ ഒരു ഋത്വിക്കിൻ്റെ അപ്പോയിൻമെൻറ്റിനെ ഗുരുക്കന്മാരുടെ അപ്പോയിൻമെൻ്റ് ആയിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. മനസ്സിലായോ? ദുർവ്യാഖ്യാനം ചെയ്തു. ഡിസംബർ 3, 1980 സംഭാഷണം കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഒന്നുകൂടി വായിക്കാം. തമൽ കൃഷ്ണ ഗോസ്വാമി, ഐ ഹാവ് ഹാഡ് എ സർട്ടൺ റിയലൈസേഷൻ എ ഫ്യൂ ഡേയ്സ് എഗോ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു സാക്ഷാത്കാരം സംഭവിച്ചു. There are obviously so many statements by Srila Prabhupada that his Guru Maharaja did not appoint any successors. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ ഒരുപാട് പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരു മഹാരാജാവ് ഒരു പിൻഗാമികളെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. Even in Prabhupada's books he says Guru means by qualification. പ്രഭുപാദരുടെ ബുക്കുകളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഗുരു എന്ന് പറയുന്നത് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, ബൈ ക്വാളിഫിക്കേഷൻ. ആക്ച്വലി പ്രഭുപാദ നെവർ അപ്പോയിന്റഡ് എനി ഗുരുസ്. പ്രഭുപാദർ ഒരിക്കലും ഒരു ഗുരുവിനെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഹി അപ്പോയിന്റഡ് 11 ഋത്വിക്സ്. 11 ഋത്വിക്കുമാരെയാണ്, 11 ഋത്വിക്കുമാരെയാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത്. ഹി നെവർ അപ്പോയിന്റഡ് ദം ഗുരുസ്. അദ്ദേഹം ഒരിക്കലും അവരെ ഗുരുക്കന്മാരായിട്ടല്ല അപ്പോയിന്റ് ചെയ്തത്. Myself and the other GBC have done the greatest disservice to this movement the last 3 years because we interpreted the appointment of Ritviks as the appointment of gurus. What actually happened I will explain. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഞാൻ പറയാം. I explained it but the interpretation is wrong. ഞാൻ വിശദീകരിച്ചിരുന്നു, പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. What actually happened was that Prabhupada mentioned he might be appointing some Ritviks. അദ്ദേഹം ഋത്വിക്മാരെ നിയമിക്കും എന്ന് പറഞ്ഞിരുന്നു. So the GBC met for various reasons and they went to Prabhupada, 5 or 6 of us. ഞങ്ങൾ 5-6 പേര് പ്രഭുപാദരെ സമീപിച്ചിരുന്നു. We asked him, Srila Prabhupada, after your departure, if we accept disciples, whose disciples will they be? Your disciples or mine? ശ്രീല പ്രഭുപാദ, അങ്ങയുടെ വിയോഗത്തിന് ശേഷം ഞങ്ങൾ ശിഷ്യന്മാരെ സ്വീകരിക്കുകയാണ് എങ്കിൽ ആ ശിഷ്യന്മാർ ഞങ്ങളുടേതായിരിക്കുമോ അതോ താങ്കളുടേതായിരിക്കുമോ? Later on there was a piled up list of people to get initiated. അപ്പോൾ ദീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പേര് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ വന്നു. And it was jammed up. I said, Srila Prabhupada, you once mentioned about Ritviks. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രഭുപാദ, അങ്ങ് ഋത്വിക്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I don't know what to do. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. We don't want to approach you. But there is hundreds of devotees named. 100 കണക്കിന് ഭക്തന്മാർക്ക് പേര് കൊടുത്തു. And I am just holding all the letters. എല്ലാ കത്തുകളും ഞാൻ വെച്ചിരിക്കുകയാണ്. I don't know what you want to do.
അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ശ്രീല പ്രഭുപാദ സെഡ്, ഓൾ റൈറ്റ്, ഐ വിൽ അപ്പോയിന്റ് സോ മെനി. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുകയാണ്, ഞാൻ കുറച്ചു പേരെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്, ചുമതലപ്പെടുത്തുന്നതാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു നെയിം ദം. ഹി മേഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ദേ ആർ ഹിസ് ഡിസൈപ്പിൾസ്. അപ്പോൾ എന്താണ്, അദ്ദേഹം അവർക്ക് പേര് കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താണ്? ഹി മേഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ദേ ആർ ഹിസ് ഡിസൈപ്പിൾസ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആ ശിഷ്യന്മാരെല്ലാം ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനാണ് എന്നാണ് പറഞ്ഞത്. At that point it was very clear in my mind that they were his disciples. ആരാണ് ഇത് പറയുന്നത്? തമാൽ കൃഷ്ണ ഗോസ്വാമി പറയുകയാണ്, at that point it was very clear that in my mind that they were his disciples. അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. Later on I asked him two questions. One, what about Brahmananda Swami? I asked him this because I happen to have an affection for Brahmananda Swami. തമൽ കൃഷ്ണ ഗോസ്വാമി പറയാണ്, എനിക്ക് ബ്രഹ്മാനന്ദ സ്വാമിയുടെ ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സോ ശ്രീല പ്രഭുപാദ സെഡ്, നോ, നോട്ട് അൺലെസ് ഹി ഈസ് ക്വാളിഫൈഡ്. അദ്ദേഹത്തിന് യോഗ്യതയില്ലാതെ പറ്റില്ല. ബട്ട് ഐ ഗോട്ട് റെഡി ടു ടൈപ്പ് ദ ലെറ്റർ. I asked him to. ശ്രീല പ്രഭുപാദ, is this all or do you want to add? എന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതിയോ, അതോ ഇനി എന്തെങ്കിലും താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹി സെഡ്, ആസ് ഇറ്റ് നെസസറി അതേഴ്സ് മേ ബി ആഡഡ്. അത്യാവശ്യമുണ്ട് എങ്കിൽ മറ്റുള്ളവരും അതിൽ കൂട്ടിച്ചേർക്കും എന്നാണ് പറയുന്നത്. നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഹി ഡിഡ് വാസ് വെരി ക്ലിയർ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ് എന്ന്. ഹി വാസ് ഫിസിക്കലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ദ ഫങ്ഷൻ ഓഫ് ഇനിഷ്യേഷൻ. ചില ഭൗതികമായിട്ട് അദ്ദേഹത്തിന് ആ ദീക്ഷാ ചടങ്ങുകൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. Therefore he appointed officiating priests, ചില ഔദ്യോഗികമായിട്ടുള്ള ചില പുരോഹിതന്മാരെ to initiate on his behalf. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദീക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ട് ചില പുരോഹിതന്മാരെ അദ്ദേഹം നിയമിച്ചു. He appointed 11. അദ്ദേഹം 11 പേരെ നിയമിച്ചു. ആൻഡ് ഹി സെഡ് വെരി ക്ലിയർലി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഹുവർ ഈസ് നിയറസ്റ്റ് ഹി ക്യാൻ ഇനിഷ്യേറ്റ്. ആരാണോ ആ ഒരു ഭക്തന് അടുത്തായിട്ടുള്ളത്, ആരുടെ അമ്പലമാണോ അടുത്തായിട്ടുള്ളത്, ആ വ്യക്തിക്ക് ദീക്ഷ കൊടുക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു ഇനിഷ്യേറ്റിംഗ്, ദീക്ഷ കൊടുക്കുമ്പോൾ, if it is not whoever is nearest, അത് അദ്ദേഹം അടുത്തല്ല എങ്കിൽ ഇറ്റ്സ് wherever your heart goes. അതെന്താണ്? നിങ്ങളുടെ ഹൃദയം പോകുന്നിടത്താണ് ആ ഒരു ദീക്ഷ നടക്കുന്നത്. who repose your faith on, you take initiation from him. അപ്പോൾ ദീക്ഷ സ്വീകരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ആരിലാണോ ഉള്ളത് ആ വ്യക്തിയിൽ നിന്നുമാണ്, അല്ലാതെ ആ പുരോഹിതനിൽ നിന്നുമല്ല. ആ പുരോഹിതനെ അല്ല നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്. നമ്മളുടെ വിശ്വാസം ഉള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയെയാണ് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ്സ് ഒഫീഷ്യേറ്റിംഗ്, ഇറ്റ്സ് ഹൂഎവർ ഈസ് ദ നിയറസ്റ്റ്. അപ്പോൾ എന്താണ് ആ ഒരു ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നോളജ്, അറിവ് സ്വീകരിക്കുന്നത് എപ്പോഴും നമുക്ക് വിശ്വാസമുള്ള ഗുരുവിൽ നിന്നാണ്, അല്ലേ? അതാരാണ്? ശ്രീല പ്രഭുപാദരാണ്. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് നടപ്പാക്കുമ്പോഴത്തേക്ക് ആരാണ്? അത് അടുത്തുള്ള ഒരു പുരോഹിതൻ, ആ ഒരു പ്രതിനിധിയിൽ നിന്നുമാണ്. ആൻഡ് ഹി വാസ് വെരി ക്ലിയർ, ഹി നെയിംഡ് ദം. അപ്പോൾ എന്താണ്? അങ്ങനെ അത് വളരെ വ്യക്തമാക്കിയതിനു ശേഷം അദ്ദേഹം അവർക്ക് പേരുകൾ കൊടുത്തു. ദേ വെർ സ്പ്രെഡ് ഔട്ട് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഹി സെഡ്, whoever you are nearest, you just approach that person. നിങ്ങൾക്ക് അടുത്തുള്ളതാരാണോ ആ വ്യക്തിയെ സമീപിക്കുക. അവർ നിങ്ങളെ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഓൺ മൈ ബിഹാഫ് ദേ വിൽ ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിനിധിയായിട്ട് അവർ നിനക്ക് ദീക്ഷ തരും. ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ദാറ്റ് യു റിപ്പോസ് യുവർ ഫെയ്ത്ത് ഇൻ ദാറ്റ് പേഴ്സൺ. ദീക്ഷ ആ ഒരു പുരോഹിതനിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണമോ എന്നുള്ള ഒരു ചോദ്യമേ ഇല്ല. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ആ വ്യക്തിയിൽ, നിങ്ങൾ ആ പുരോഹിതനിൽ വിശ്വാസം അർപ്പിക്കണമെന്നൊന്നില്ല. ദാറ്റ്സ് ഫങ്ഷൻ ഓഫ് ദ ഗുരു. അത്
ഗുരുവിൻ്റെ പ്രവൃത്തി മാത്രമാണ്. ഇൻ ഓർഡർ ഫോർ മീ ടു മാനേജ് ദിസ് മൂവ്മെൻറ്റ്, അതൊരു മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. മനസ്സിലായോ? ഈ ഒരു സംഘടനയുടെ ഒരു പ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. പ്രഭുപാദ സെഡ്, ഐ ഹാവ് ടു ഫോം എ GBC ആൻഡ് ഐ വിൽ അപ്പോയിൻറ്റ് ദ ഫോളോവിങ് പീപ്പിൾ. ഞാനൊരു GBC ഫോം ചെയ്തിട്ട് ഈ ആളുകളെല്ലാം അവിടെ നിയമിക്കും. ഇൻ ഓർഡർ ടു കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് പീപ്പിൾ ജോയിനിങ് അവർ മൂവ്മെൻറ്റ് ആൻഡ് ഗെറ്റിംഗ് ഇനിഷ്യേറ്റഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ GBC നിയമിക്കുന്നത്? ദീക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഐ ഹാവ് ടു അപ്പോയിൻറ്റ് സം priest to help me because just like I cannot physically manage everyone myself. എനിക്ക് എല്ലാവരെയും പോയി എല്ലാവരുമായിട്ട് നേരിട്ട് ഇടപഴകാൻ പറ്റാത്തത് കൊണ്ട് ചില പുരോഹിതന്മാരെ ഞാൻ നിയമിക്കുന്നു. ഭൗതികമായിട്ടുള്ള അർത്ഥത്തിൽ എനിക്ക് പോയി എല്ലാവരെയും നേരിട്ട് പോയി ദീക്ഷ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ പ്രതിനിധികളിലൂടെ ദീക്ഷ കൊടുക്കുന്നു. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആരാണ് ഇസ്കോണിലെ ഗുരുക്കന്മാർക്ക് ദീക്ഷ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ദീക്ഷാ ഗുരുവായിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരം കൊടുത്തത്? ശ്രീല പ്രഭുപാദർ എന്താണെങ്കിലും അതിവിടെ കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ആ ഒരു കത്തും കൊടുത്തിട്ടുണ്ട് ജൂലൈ 9, 1977. അപ്പോൾ ആരാണ് ഇസ്കോണിൽ ദീക്ഷാ ഗുരുക്കന്മാരായിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന അപരാധമല്ലേ? അങ്ങനെ ആത്മീയ ആചാര്യനോട് അപരാധം കാണിക്കുന്ന വ്യക്തികളെ പിന്തുടരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ വായിക്കാം. Anyone who disobeys the order of the spiritual master immediately become useless. ഏതൊരുവനാണോ ആത്മീയ ആചാര്യൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തവൻ അവൻ ഉടൻ തന്നെ ഉപയോഗശൂന്യനായിത്തീരുന്നു. ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 12-10 ശ്ലോകമാണ്. എനി ഒപ്പീനിയൻ ഡിഫറൻറ്റ് ഫ്രം ദ ഒപ്പീനിയൻ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ ഈസ് യൂസ്ലെസ്. ആത്മീയ ആചാര്യൻ്റെ അഭിപ്രായത്തിന് വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായം വരികയാണെങ്കിൽ ആ അഭിപ്രായം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമാണ്. ചൈതന്യ ചരിതാമൃതം ആദിലീല 12:9 വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബോത്ത് ഫാക്ഷൻസ് വെയർ അസാര ഓർ യൂസ്ലെസ്. എന്താണ്? ഉപയോഗശൂന്യമായി തീരുന്നു. ബിക്കോസ് ദേ ഹാഡ് നോ അതോറിറ്റി. അതിന് ആധികാരികതയില്ല. ഹാവിങ് ഡിസൊബെയ്ഡ് ദ ഓർഡർ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ. ആത്മീയ ആചാര്യനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് അതിന് യാതൊരു ഉപയോഗവുമില്ല. പേഴ്സൺസ് ഹു ഡീവിയേറ്റ് ഫ്രം ദ സ്ട്രിക്റ്റ് ഓർഡർ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ ആർ യൂസ്ലെസ്. ആത്മീയ ആചാര്യൻ്റെ കണിശമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവർ എന്താണ്? ഉപയോഗശൂന്യരാണ്. ചൈതന്യ ചരിതാമൃതം ആദിലീല 12:10 വ്യാഖ്യാനത്തിൽ പറയുന്നു. A devotee must have only one initiating spiritual master because in the scriptures acceptance of more than one is always forbidden. വേദസാഹിത്യത്തിൽ ഒന്നിലധികം ദീക്ഷാഗുരുക്കന്മാരെ സ്വീകരിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു കാര്യമില്ല വേദസാഹിത്യങ്ങളിൽ. There is no limit however to the number of instructing spiritual masters. ശിക്ഷാ ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നതിൽ ഒരു തടസ്സങ്ങളുമില്ല. Generally a spiritual master who constantly instructs a disciple in spiritual science becomes his initiating spiritual master later on. അപ്പം എന്താണ്? ശിക്ഷാഗുരുക്കന്മാർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ശിക്ഷാഗുരുക്കന്മാർ പിന്നീട് ദീക്ഷാഗുരുക്കന്മാരായിട്ട് മാറാറുണ്ട്. ചൈതന്യ ചരിതാമൃതം ആദിലീല 1:35 വ്യാഖ്യാനം. The GBC should all be the instructor guru. GBC എന്താണ്? ശിക്ഷാഗുരുക്കന്മാരായിട്ട് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. I am in the initiator guru. ഞാനാണ് ദീക്ഷാ ഗുരു. ആൻഡ് you should be the instructor guru by teaching what I am teaching and doing what I am doing. ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കുക, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ശിക്ഷാഗുരുക്കന്മാരായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ശ്രീല പ്രഭുപാദസ് ലെറ്റർ ടു മധു ദ്വിഷ August 4, 1975 ഡിട്രോയിറ്റ് USA. അപ്പോൾ ആ ലെറ്ററിൽ അത് വിശദീകരിക്കുന്നുണ്ട്. സംടൈംസ് എ ദീക്ഷാഗുരു ഈസ് നോട്ട് പ്രസൻറ്റ് ഓൾവേസ്. ദീക്ഷാഗുരു എപ്പോഴും
കൂടെ ഉണ്ടാകണമെന്നില്ല. ദെയർഫോർ വൺ ക്യാൻ ടേക്ക് ലേണിംഗ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കണം. ഫ്രം ആൻ അഡ്വാൻസ്ഡ് ഡിവോട്ടി, മുതിർന്ന ഒരു ശിഷ്യനിൽ നിന്ന് നമ്മൾ നിർദ്ദേശം സ്വീകരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ദ ശിക്ഷാഗുരു. ആ ഒരു മുതിർന്ന ഒരു ഭക്തനെയാണ് ശിക്ഷാഗുരു എന്ന് പറയുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഋത്വിക് ദീക്ഷയെ പറ്റിയിട്ട് അതിൻ്റെ പേരിൽ ഇസ്കോണിൻ്റെ എതിർവാദങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ISKMൻ്റെ ഇനിഷ്യേഷൻ ആഫ്റ്റർ 1977 1977 ശേഷമുള്ള ദീക്ഷയെ പറ്റിയിട്ടുള്ള ആ ഒരു ദീക്ഷയെ പിന്തുണയ്ക്കുന്നതിനുള്ള വാദങ്ങൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിവരണമുണ്ട്. അപ്പോൾ ആ ഒരു വിവരണത്തിൻ്റെ വായിക്കുന്നതിനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വായിക്കാം. ഹരേ കൃഷ്ണ, ജയ് ശ്രീല പ്രഭുപാദ്. എല്ലാവർക്കും നന്ദി.